സിക്കിമിലെ തുരങ്കം തകർന്ന് കാണാതായ 5 പേരിൽ മലയാളിയും. കോട്ടയം പാമ്പാടി കൂരുത്തുപറമ്പിൽ അനീഷ് മോഹനെയാണ് അപകടത്തിൽ കാണാതായത്. NHPC സീനിയർ മാനേജറാണ് ജിയോളജിസ്റ്റായ അനീഷ് മോഹൻ. ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിനുള്ള തുരങ്കമാണ് വാതക സ്ഫോടനത്തെ തുടർന്ന് തകർന്നത്. അനീഷിന്റെ കുടുംബം സിക്കിമിലേക്ക് തിരിച്ചു എന്നൊരു വിവരം വരുന്നു. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, എപ്പോഴാണ് ഈ വാർത്ത കുടുംബാംഗങ്ങൾ അറിഞ്ഞത്? 20ഓളം പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ടോ? ഡോക്ടർ അരുൺകുമാർ, തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. തെക്കൻ സിക്കിമിലെ സമർഡൂങ്ങിലാണ് ഈ തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത്. അത് ഒരു ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള തുരങ്കപാത നിർമ്മാണത്തിനിടെയാണ് ഈ അപകടമുണ്ടായത്. അപകട സമയത്ത് 25 പേരുണ്ടായിരുന്നു എന്നാണ് അറിയുന്നതിൽ 20 പേര് മരിക്കുകയും ചെയ്തു. 5 പേരാണ് നിലവിൽ കാണാതായിരിക്കുന്നത്. ആ കാണാതായുള്ളതാണ് ഈ അനീഷ് മോഹൻ എന്ന് പറയുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ കുടുംബം അവിടെ എത്തിയിരുന്നു. പക്ഷേ അവിടെ വലിയ മഴയും കാറ്റും, ശക്തമായ കാറ്റും മഴയും ഒക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതികൂലമായ ഒരു കാലാവസ്ഥ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ കാര്യമായ വിവരങ്ങളൊന്നും അവർ ലഭിച്ചിട്ടില്ല. ഇന്ന് രാവിലെ വീണ്ടും ഈ ദുരന്തമുഖത്തേക്ക് അല്ലെങ്കിൽ അപകട നടന്ന സ്ഥലത്തേക്ക് കുടുംബം പോകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലത്തോടുകൂടി തന്നെ ഈ സിക്കിമിലെ സുഡൂങ്ങിൽ അവർ എത്തിയിട്ടുണ്ട്. തെക്കൻ സിക്കിമിലെ ആ ഭാഗത്തേക്ക് അവർ പ്രശ്നം നടന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇന്നലെ ലഭിച്ചവരുടെ കൂട്ടത്തിൽ അനീഷ് ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരമാണ് ഈ നാട്ടിലേക്ക് കുടുംബം പോയത്. അതായത് അനീഷിന്റെ ഭാര്യയും ഒപ്പം തന്നെ സഹോദരനും ഭാര്യയുടെ സഹോദരനും, ഈ 3 പേരാണ് ഇത്തരത്തിൽ ഈ സിക്കിമിലേക്ക് പോയിരിക്കുന്നത്. പക്ഷെ അവരൊന്നും അല്ലെങ്കിൽ അനീഷിന് ലഭിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും ഇല്ല. അനീഷ് ഇപ്പോഴും കാണാതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് രാവിലെ വീണ്ടും അവർ ആ ദുരന്ത ഭാഗത്തേക്ക് പോകുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതിൽ കൂടുതൽ വിവരങ്ങൾ, അതിൽ എന്താണെന്നുള്ള കൂടുതൽ വിവരങ്ങൾ അവർക്ക് ലഭ്യമായിട്ടുമില്ല. 25 പേരായിരുന്നു, അതിൽ 20 പേർ മരിക്കുകയും ചെയ്തു. 5 പേർക്കായാലും തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ തുരങ്കം മണ്ണിടിച്ചിലുണ്ടാകുന്നതിൽ പ്രത്യേകമായിട്ടുള്ള തുരങ്കപാതകളിലടക്കം കയറി പരിശോധന നടത്തുന്ന സംഘങ്ങളടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവർ ഈ അവിടെ നിന്നും പോയ ബന്ധുക്കൾ നാട്ടിലേക്ക് ബന്ധപ്പെട്ടവരായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ശക്തമായ കാറ്റും മഴയും ഒക്കെയാണ്. അതൊരു പ്രതികൂല സാഹചര്യമാണ്. ഈ രക്ഷാപ്രവർത്തനത്തിലടക്കം പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്നൊരു വിവരമാണ് നമുക്ക് ഇവരിൽ ലഭിക്കുന്നത്. എന്തായാലും അനീഷിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ അനീഷിനെ കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് എന്തായാലും അവിടെ നിന്നും പങ്കുവെക്കുന്ന ജീവനോടുകൂടി തന്നെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഒരു സഹോദരനെ കൂടി നമുക്ക് നഷ്ടപ്പെട്ടു. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. നല്ലൊരു മലയാളി കൂടി ഈ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും വേദനിപ്പിക്കുന്ന വാർത്ത. സിക്കിം ദുരന്തത്തിൽ മൊത്തം മരണം 20 എന്നൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. വാതക സ്ഫോടനമാണ് ഇത്രയും മരണസംഖ്യ ഉയർത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ കള്ളാടിയിൽ കണ്ടത് മണ്ണിടിച്ചിലാണെങ്കിൽ സിക്കിമിൽ ഈ ജലവൈദ്യുത ഈ തുരങ്കവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർമ്മാണത്തിനിടയിൽ അപ്രതീക്ഷിതമായി വാതക സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു. അവിടെയാണ് ഇനിയും കൂടുതൽ തൊഴിലാളികൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ളതാണ് ആശങ്ക. വിനിത വേണു നമുക്കൊപ്പം ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. വിനിത വേണു, എങ്ങനെയാണ് ഈ അപകടം നടന്നത്? ഇനിയും കൂടുതൽ ആളുകൾ ഈ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ? ഡോക്ടർ അരുൺ, തെക്കൻ സിക്കിമിലെ സമ്മർദ്ദം എന്ന തുരങ്കത്തിലാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ അപകടമുണ്ടാകുന്നത്. ടീസ്റ്റ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കമാണ്. അവിടെയാണ് ഈ രീതിയിൽ ഒരു വാതക സ്ഫോടനം ഉണ്ടാകുന്നത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനാണ് അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ അനീഷ് സിക്കിം യൂണിറ്റിന്റെ മാനേജരായിരുന്നു. ഇതിൽ NHPC നിർമ്മിക്കുന്ന തുരങ്കത്തിൽ ഉച്ചയ്ക്ക് 1 മണിയോടെ അപകടം ഉണ്ടാകുന്നു. അണക്കെട്ടിൽ നിന്ന് വൈദ്യുതോത്പാദനത്തിനായി വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി മലകൾ തുരന്നാണ് ഈ കൂറ്റൻ തുരങ്കം നിർമ്മിക്കുന്നത്. ഈ ഭൂമിക്കടിയിൽ പാറ തുരക്കുന്നതിനിടെ മീഥെയിൻ വാതക ചോർച്ചയുണ്ടായി എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഖനിയപകടങ്ങളിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതിന് വിദഗ്ധ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ബംഗാളിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. അനീഷും മറ്റു ഉദ്യോഗസ്ഥരും തൊഴിലാളികളും അടക്കം 25 പേരുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ 20 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. 5 പേർക്കായി തിരച്ചിൽ തുടരുകയും ചെയ്യുന്നു. ഈ കാലാവസ്ഥ പ്രതികൂലമായത് വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുമുണ്ട്. ഏതായാലും അനീഷ് മോഹൻ ഉൾപ്പെടെയുള്ളവർക്കായി തിരച്ചിൽ തുടരുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ കൂടുതലാണ്. അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. ഓക്കെ, താങ്ക് യു. വിനീതയും അഖിലുമാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ വാർത്തായാത്ര തുടരുന്നു. സമയം 7 മണി കഴിഞ്ഞ് 49 ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളെ തകർക്കാൻ വിദ്യാഭ്യാസ നയം മാറ്റിമറിച്ച് അട്ടിമറിച്ച് BJP ഗവൺമെൻറ് രാജിവെക്കണം എന്നാണ്. പ്രതിഷേധം വെറും ശബ്ദമല്ല, പ്രതീക്ഷയുടെ ആദ്യ ചുവടാണ് എന്ന് പ്രസാദ് ആചാരി പറയുന്നു. ഡൽഹി പോലീസ് എക്സ്പയർഡായ ടിയർ ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്. ഇത് കാരണം പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ പോലീസ് അവരുടെ ലാത്തിയിൽ ആണിയൊക്കെ തറച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് എന്ന് അനന്തു എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ പറയുന്നു. തീർച്ചയായിട്ടും നമ്മുടെ പ്രതിനിധികളോട് നമുക്ക് ചോദിക്കാം. എക്സ്പയറി കഴിഞ്ഞ ടിയർ ഗ്യാസൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അത് സ്വാഭാവികമായും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടി ഉണ്ടാക്കും എന്നുള്ളതാണ്.